നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ജനസംഖ്യയിൽ സമീപഭാവിയിൽ വൻ ഇടിവുണ്ടാകുമെന്ന് പഠന റിപ്പോർട്ട്. എല്ലാ രാജ്യങ്ങളിലും ജനന നിരക്ക് കുറഞ്ഞു വരികയാണെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ലാൻസെറ്റ് ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വരുന്ന 80 വർഷം കൊണ്ട് ഭൂമിയിലെ ജനസംഖ്യയിൽ വൻതോതിൽ കുറവ് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാണിക്കുന്നത്. 1950-കൾ മുതൽ ഫെർട്ടിലിറ്റി നിരക്ക് എല്ലാ രാജ്യങ്ങളിലും ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ഈ പ്രവണത നൂറ്റാണ്ടിന്റെ അവസാനം വരെ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ജനസംഖ്യാ വളർച്ചയിൽ ഗണ്യമായ കുറവുണ്ടാക്കും. 1950-കളിലെ 4.84-ൽ നിന്ന് ഫെർട്ടിലിറ്റി നിരക്ക് 2021-ൽ 2.29 കുറഞ്ഞു. 2100-ഓടെ ഇത് 1.59 കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നു. 2021-ൽ വാഷിംഗ്ടൺ സർവകലാശാലയിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. മാർച്ച് 20-നാണ് ഈ പഠന റിപ്പോർട്ട് ലാൻസെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നത്. പഠനത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ക്രിസ്റ്റഫർ മുറെ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിന് വിവിധ ഘട്ടങ്ങളിൽ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലും തൊഴിലും സ്ത്രീകൾക്കുള്ള വർദ്ധിച്ച അവസരങ്ങൾ, ഗർഭനിരോധന മാർഗങ്ങളുടെ വ്യാപകമായ ലഭ്യത, കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, ചെറിയ കുടുംബങ്ങളുടെ സാമൂഹ്യ മുൻഗണന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ജനസംഖ്യാപരമായ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഴമേറിയതും ദൂരവ്യാപകവുമാണ്. ഇത് ആരോഗ്യ സംരക്ഷണം, തൊഴിൽ വിപണികൾ, സാമൂഹ്യക്ഷേമ സംവിധാനങ്ങൾ, സാമ്പത്തിക വളർച്ച എന്നിവയുൾപ്പെടെ വിവിധ മേഖലകൾക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.